നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭഗവാൻ വാരിക്കോരി തരുന്നൊരു ഭഗവാനാണ്. എനിക്ക് കുഞ്ഞിന് വിക്ക് വരെ വന്നതാണ്, ഒരു 2.5 വയസ്സിൽ വിക്ക് വന്നതാണ്. അവസാനം ഞാനിവിടെ ഭഗവാന്റെ അടുത്ത് വന്ന് നാണയപ്പറ എടുത്ത് സമർപ്പിച്ചിട്ട് അത് ഒരു കൃത്യം ഒരാഴ്ചക്കുള്ളിൽ തന്നെ വിക്ക് നമുക്ക് പൂർണ്ണമായിട്ടും മാറി എന്നാണ്. അത് കഴിഞ്ഞ് എല്ലാ കൊല്ലവും ഞങ്ങൾ സ്ഥിരമായിട്ട് ഭഗവാനെ കാണാൻ വരാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ വന്ന് ഇവിടെ ഭഗവാനെ നേദ്യങ്ങളും അതുപോലെ തന്നെ വഴിപാടുകളും എല്ലാം അർപ്പിക്കാറുണ്ട്. നമുക്ക് എന്തും വാരിക്കോരി തരുന്നൊരു ഇടവെട്ടിയിലെ ഒരു ഭഗവാനാണ് നമ്മുടെ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുക എന്ന മഹാസങ്കല്പത്തിൽ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച ആയുരാരോഗ്യ സർവാഭീഷ്ട സിദ്ധിക്കായി സൗഖ്യാഭീഷ്ട സിദ്ധി പൂജ നടക്കും. രാവിലെ 10 മണിക്കാണ് പൂജ ആരംഭിക്കുന്നത്. മുജ്ജന്മങ്ങളിലൂടെ ആർജിച്ച കർമ്മഫലങ്ങളിൽ ദുഷ്കർമ്മങ്ങളാണ് സത്കർമ്മങ്ങളെക്കാൾ അധികരിച്ച് നിൽക്കുന്നതെങ്കിൽ അവ ആദിവ്യാധികൾക്കും ധനാഗമനത്തിനുമുള്ള വിഘാതമായി ഭവിക്കുമെന്നും ദുഷ്കർമ്മങ്ങളുടെ കാഠിന്യം പടിപടിയായി കുറച്ച് ഭഗവാന്റെ ചൈതന്യ പ്രവാഹത്തിലൂടെ രോഗങ്ങൾ അകന്ന് സർവ ഐശ്വര്യവും 9 തലമുറകളിലേക്ക് പകർന്നു നൽകും എന്നതാണ് ഈ പൂജയുടെ അടിസ്ഥാനം. എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച നടക്കുന്ന പൂജയ്ക്ക് പേര് നൽകിയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും പേരിലും നാളിലും 7 ദിവസം മുൻപ് മുതൽ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും ഔഷധ സൂക്തവും ജപിച്ച് അർച്ചന ഉണ്ടാവുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. സാധിക്കുമെങ്കിൽ ഈ 7 ദിവസവും പൂജ നടക്കുന്ന 8ാമത്തെ ദിവസവും മാംസാഹാരം വർജിക്കുന്നത് ഉത്തമമാണ്. പൂജ നടക്കുന്ന 8ാമത്തെ ദിവസം ഭഗവാന് ഒരു നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ പൂജയുടെ ചിട്ട. ഔഷധകൃഷ്ണനായ ഭഗവാന് ഔഷധ സൂക്തം ജപിച്ച് ചൈതന്യവത്താക്കിയ വെണ്ണയാണ് പൂജ ആരംഭിക്കുന്നതിന് മുൻപ് മേൽശാന്തി നേരിട്ട് നൽകുന്നത്. രാവിലെ 9:30 പ്രസന്ന പൂജയുടെ സമയത്ത് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ചുറ്റമ്പലത്തിൽ വടക്കുവശത്തും തെക്കുവശത്തുമായി ഇരുന്ന് ഔഷധ സൂക്തം കേൾക്കുമ്പോൾ രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കണമെന്നും അല്ലെങ്കിൽ നമ്മെ ബാധിച്ചിട്ടുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും സൗഖ്യം വരുത്തണമെന്നും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് നട തുറന്നതിന് ശേഷം മേൽശാന്തി നൽകുന്ന വെണ്ണ വാങ്ങി വേണം പൂജയ്ക്ക് ഇരിക്കുവാൻ. അതുപോലെ തന്നെ പൂജയ്ക്ക് ശേഷവും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ചുറ്റമ്പലത്തിൽ ഇരുന്ന് ഭാഗ്യസൂക്തം കേൾക്കുമ്പോൾ ധന ആഗമനത്തിനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി കടബാധ്യതകളിൽ നിന്നും മുക്തമായി സർവ ഐശ്വര്യവും ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതിന് ശേഷമാവണം മേൽശാന്തിയിൽ നിന്നും പൂജിച്ച നാണയം വാങ്ങേണ്ടത്. ആദ്യമായി നാണയം വാങ്ങുമ്പോൾ നാണയങ്ങൾ ഇട്ടുവയ്ക്കുന്നതിനുള്ള സഞ്ചിയും മേൽശാന്തി നൽകും. 7 പൂജകൾ പൂർത്തിയാകുമ്പോൾ ഭഗവാന് 1 കുടം എണ്ണയും, 14 പൂജകൾ പൂർത്തിയാകുമ്പോൾ 1 കുടം നെയ്യും, 21 പൂജ പൂർത്തിയാകുമ്പോൾ 1 കുടം വെണ്ണയും ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. 21 പൂജകൾ നടത്തുന്നത് ഉത്തമവും 42 പൂജകൾ നടത്തുന്നത് അത്യുത്തമവും 63 പൂജകളും നടത്തുന്നത് ശ്രേഷ്ഠവും ആകുന്നു എന്നാണ് വിശ്വാസം. 21 പൂജകൾ പൂർത്തിയാവുമ്പോൾ 3 തലമുറകളിലേക്കും 42 പൂജകൾ പൂർത്തിയാകുമ്പോൾ 6 തലമുറകളിലേക്കും 63 പൂജകൾ പൂർത്തിയാക്കിയാൽ വരുന്ന 9 തലമുറകളിലേക്കും ഇടവെട്ടിയിലെ അത്ഭുതകൃഷ്ണനായ ഔഷധകൃഷ്ണന്റെ അനുഗ്രഹവർഷം പെയ്തിറങ്ങും എന്നതാണ് വിശ്വാസം. ഈ പൂജ ഓൺലൈനായും ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഓരോ മാസവും പൂജയ്ക്ക് പേര് നൽകിയിട്ടുള്ളവരുടെ പേരിലും നാളിലും പൂജയ്ക്ക് തൊട്ടു മുൻപുള്ള 7 ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചനയും ഔഷധ സൂക്താർച്ചനയും നടക്കുന്നു എന്നുള്ളതിനാൽ അതിന് മുൻപ് തന്നെ പൂജ ബുക്ക് ചെയ്യേണ്ടതാണ്. ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുവാൻ 5000 വർഷങ്ങൾക്കും അപ്പുറത്ത് അവതരിച്ച അത്ഭുതകൃഷ്ണനായും ഔഷധകൃഷ്ണനായും മരുവുന്ന ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹവർഷം ഓരോ തവണയും ശേഖരിക്കുന്ന നാണയത്തിലൂടെ വർദ്ധിച്ചു ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അകന്ന്
സർവ്വ ഐശ്വര്യവും പടിപടിയായി ഭക്തരിൽ എത്തുന്നു എന്നുള്ളതാണ് നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ അനുഭവ സാക്ഷ്യം. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തി മാധവൻ നമ്പൂതിരി പടിഞ്ഞാറേ മഠം, ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തി പെരിയമന ഹരിനാരായണൻ നമ്പൂതിരി എന്നിവരാണ് പൂജയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആഗ്രഹസിദ്ധിക്ക് നാണയപ്പറ, രോഗശമനത്തിന് നാണയം കൊണ്ട് തുലാഭാരം, ഒരു കുടം എണ്ണ, ഒരു കുടം നെയ്യ് എന്നീ വഴിപാടുകളും അന്നേ ദിവസം ചെയ്യാവുന്നതാണ്. ഭഗവാന് അഭിഷേകം ചെയ്ത എണ്ണ എല്ലാ രോഗങ്ങൾക്കും ശമനം പ്രദാനം ചെയ്യുന്ന സിദ്ധൌഷധമാണ്. പൂജാദിനത്തിൽ അഭിഷേകം ചെയ്ത എണ്ണ കൗണ്ടറുകളിൽ നിന്നും ലഭ്യമാണ്. കൂടാതെ പഞ്ചലോഹത്തിൽ തീർത്ത ഭഗവാന്റെ ലോക്കറ്റ്, സൗഖ്യാഭീഷ്ടസിദ്ധി യന്ത്രം, ആമമോതിരം, പൂജിച്ച ചരട് എന്നിവ ധരിക്കുന്നതും ജന്മനാളുകളിൽ ഭഗവാന് ഒരു ദിവസത്തെ പൂജ വഴിപാടായി സമർപ്പിക്കുന്നതും ഉത്തമമാണ്. 1200 എന്ന പുതുനൂറ്റാണ്ടിനെ വരവേൽക്കുന്ന ചിങ്ങമാസത്തിൽ ഓരോ ഭവനവും ഐശ്വര്യസമ്പൂർണമാകുന്നതിനും ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓരോ ഭക്തരിലും സൗഖ്യം നിറയ്ക്കുന്നതിനും സെപ്റ്റംബർ 8 നടക്കുന്ന സൗഖ്യ അഭീഷ്ടസിദ്ധി പൂജയിൽ തൃശൂർ ബ്രഹ്മസ്വം മഠത്തിലെ വേദപണ്ഡിതന്മാരാണ് ഔഷധ സൂക്തവും ഭാഗ്യസൂക്തവും ജപിക്കുന്നത്. പൂജയിൽ ഓൺലൈനായി വഴിപാട് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം 31 വരെയാണ് സമയം.